നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ ചുരിദാറിൻ്റെ വീഡിയോയിൽ നമ്മൾ പല പാറ്റേൺസിലുള്ള ചുരിദാർ സെറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് റേറ്റും ആയിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോയിൽ അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് പറയാം. ഡിഫറെൻറ്റ് പാറ്റേൺസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ നല്ല സെറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ പർപ്പിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സെറ്റ് കോട്ട മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ്. അതായത് നമ്മൾ സ്റ്റാർച്ച് ചെയ്യൊന്നും ചെയ്യേണ്ട കോട്ടയല്ല കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ട മെറ്റീരിയൽ. അതിനകത്ത് ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് യോക്കിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക്. രണ്ട് സൈഡിലും ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പ് ഡിസൈനും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് 1190. അടുത്തത് നമുക്ക് കോട്ട മെറ്റീരിയലിൽ തന്നെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് വന്നിട്ടുള്ള സെറ്റ് 1490. ഇതേപോലെ ഒരു ബ്ലൂയിഷ് ഗ്രേ ആ ഒരു ടോണും ഒരു റെഡിൻ്റെ ഒരു ടോണും കൂടെ ആയിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ഇതേപോലെ രണ്ട് ടോണിൽ തന്നെ വന്നിരിക്കുന്ന കോട്ടയിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. അടുത്തത് വരുന്നത് ഒരു യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ, നല്ല രസമുള്ള കോമ്പിനേഷൻ. 1490 യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ഇതേപോലെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. ആൻഡ് ബോട്ടം. അതിൻ്റെ ബാക്ക് സൈഡിലും യെല്ലോ തന്നെയാണ് കേട്ടോ, യോക്കിൽ വരുമ്പോൾ യെല്ലോ തന്നെയാണ്. ഇത് ചന്തേരി കോട്ടണിൽ വരുന്ന സെറ്റ് 1680 നേവി ബ്ലൂ വിത്ത് മെറൂൺ കോമ്പിനേഷൻ. നേവി ബ്ലൂ വിത്ത് മെറൂൺ കോമ്പിനേഷൻ 1680. നല്ല മെറ്റീരിയലാട്ടോ, നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇത് ഷോപ്പിലൊക്കെ വന്ന് എടുത്തവർ വന്നിട്ടിങ്ങനെ പറയുമായിരുന്നു, നല്ല മെറ്റീരിയലാണ്, വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ നല്ല മെറ്റീരിയൽ. കോട്ട മെറ്റീരിയൽ നമുക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ് കേട്ടോ. അടുത്ത് വരുന്നത് ഒരു ലാവൻഡർ ടോൺ 1680 സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. ഇതേപോലെ തന്നെ സെയിം ടോണിൽ ദുപ്പട്ട. ചുരിദാർ സെറ്റ്സ് എല്ലാം വാഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കളർ ഗാർഡ് മുക്കിയിട്ട് പിന്നെ നമ്മൾ ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പൂല് വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്ന ചുരിദാറെന്നല്ല, എവിടെ നിന്ന് ചുരിദാർ എടുത്താലും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ലോങ് ലാസ്റ്റ് ചെയ്യാനും കളർ ഫെയ്ഡ് ആകാതിരിക്കാനും ഒക്കെ നല്ലത്. അടുത്തത് വരുന്നത് ബ്ലാക്കിൽ ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2280. ഇതും കോട്ട മെറ്റീരിയലിൽ തന്നെയാണ്. കോട്ട മെറ്റീരിയൽ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എംബ്രോയിഡറി. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വൈറ്റ് ഒരു ടോപ്പ് ഇട്ടിട്ട് ഈ ദുപ്പട്ട വെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ബ്ലാക്കിനും ഇടാം, വൈറ്റിനും വേണമെങ്കിൽ ഇടാം. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഡിസൈൻ ഡിഫറെൻ്റാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ ആൻഡ് ബോട്ടം. അടുത്തത് വരുന്നത് നമുക്ക് കോട്ട മെറ്റീരിയലിൽ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള കോട്ട മെറ്റീരിയൽ. അതിൻ്റെ ബോഡിയിൽ ഇതേപോലെ ചെറിയ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്. ബോഡിയിൽ ഒരു പിങ്ക് ആൻഡ് ലൈറ്റ് യെല്ലോ ടോണിൽ വന്നിരിക്കുന്ന വർക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2850. അതിൻ്റെ ഇത് കണ്ടോ, ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയിലും ഇതേപോലെ വർക്ക് വരും, ക്രോസ് സ്റ്റിച്ചിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് ആൻഡ് ബോട്ടം. ഇപ്പോൾ കോട്ട മെറ്റീരിയലിൻ്റെ തന്നെ ഞാൻ ഡിഫറെൻറ്റ് റേറ്റ്സിലുള്ളത് കാണിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലും വർക്കിൻ്റെ ഡിഫറൻസിലുമാണ് ആ റേറ്റിൽ വ്യത്യാസം വരുന്നത് കേട്ടോ. ആദ്യം കാണിച്ചത് 1190 ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് വരുന്നത് നല്ലൊരു പിങ്കിൻ്റെ നല്ലൊരു ടോൺ, നല്ല ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് ടോൺ. അതിനകത്തും ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക്, ലോവർ പോർഷനിൽ ആ ഒരു വർക്ക് വരും. ഇത് കണ്ടോ, ദുപ്പട്ട വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആൻഡ് സെയിം ടോൺ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അടുത്തത് വരുന്നത് സെമി സിൽക്കിൽ ക്രീമാണ് 1390. ക്രീമിൽ യോക്ക് വരുമ്പോൾ ഇതേപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ട്
അതിനകത്ത് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കും ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്ത് ചെറിയൊരു മിറർ വർക്കും കൂടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. കോൺട്രാസ്റ്റ് വരുന്ന ബോട്ടം, അതേപോലെ പ്രിൻ്റഡ് ആയിട്ട് ഒരു ടസർ ഫീൽഡിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. റേറ്റ് വരുന്നത് 1390. അടുത്തത് വരുന്നതും ക്രീമിൽ ഒരു ഡീപ്പ് ഓണിയൻ പിങ്ക് ഷെയ്ഡിലേക്ക് ഒരു പിങ്ക് ആൻഡ് മെറൂൺ ആ ഒരു കോമ്പിനേഷനാട്ടോ. അതെ, യോക്കിൽ ഇങ്ങനെ വരും. ദുപ്പട്ട വരുമ്പോൾ നമ്മുടെ പ്രിൻ്റഡ് ടസറിൻ്റെ ദുപ്പട്ടയുടെ അതേ ആ ഒരു ടസർ ഫീൽഡിൽ വന്നിരിക്കുന്ന ദുപ്പട്ട, കോൺട്രാസ്റ്റിൽ വരുന്ന ബോട്ടം. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ലാവൻഡർ ടോൺ. ഇത് കണ്ടോ, ലാവൻഡർ. അപ്പോൾ ആ ലാവൻഡറിൽ തന്നെ വരുന്ന ബോട്ടം. ദുപ്പട്ട വരുമ്പോഴും അതേപോലെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സെറ്റിൻ്റെ ദുപ്പട്ട, നമ്മുടെ ടസറിലൊക്കെ വരുന്ന ഫീലില്ലേ അതേപോലെ വരുന്ന ദുപ്പട്ട. അടുത്തത് വരുന്നത് നമുക്ക് സെമി ടസർ ഫീലിലേക്ക് വരുന്ന ഒരു ടസറിൻ്റെ, അതായത് പ്രിൻ്റഡ് ടസറിൻ്റെയൊക്കെ ചുരിദാറിട്ട് അതേ ഫീലിൽ നിൽക്കുന്ന സെറ്റ്. ഇതൊരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേയിൽ ഒരു ഏകദേശം ആ ഒരു ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്രിൻ്റ്. 1980 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള, അതായത് ആ ടസർ ഫീൽഡിൽ തന്നെ വന്നിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം. അതിൻ്റെ തന്നെ ഒരു സഫയർ ഗ്രീൻ ടോൺ. ഇതേ അതിനകത്ത് സെൽഫായിട്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ, സഫയർ ഗ്രീൻ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയാണേലും നല്ല ഈ നമുക്ക് ടസർ ഫീൽഡിൽ തന്നെ അതേപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്